ഇന്ന് വീണ്ടും കിച്ചണിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീഡിയോസിൽ കാണുന്ന നിങ്ങൾ പലരും അതിൻ്റെ ലിങ്ക് ചോദിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണേ. അപ്പോൾ അതിലിതാ ആദ്യത്തെ ഐറ്റം നമ്മുടെ തീപ്പെട്ടിക്ക് ഒരു പകരക്കാരൻ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു ഗ്യാസ് ലൈറ്ററാണ് കേട്ടോ. ലൈറ്ററായിട്ട് മാത്രമല്ല ചന്ദനത്തിരി കത്തിക്കാനും മെഴുകുതിരി കത്തിക്കാനും ഒക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ടിപ്പ് ഇതാ ഇതുപോലെ ഫ്ലെക്സിബിൾ ആയത് കാരണം നല്ല ഈസിയാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. ഇതിനകത്തുള്ള ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ, അതതിൻ്റെ ചാർജ് ഇൻഡിക്കേറ്ററാണ് കേട്ടോ. അപ്പോൾ അത് കുറയുന്നതനുസരിച്ച് നമ്മളത് ചാർജ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഈ ഒരു കേബിൾ വരുന്നുണ്ട്. നമ്മുടെ മൊബൈൽ അഡാപ്റ്ററിൽ വെച്ചിട്ട് നമുക്കിത് ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ. അടുത്തത് അടപ്പുള്ള സ്റ്റീൽ പാത്രങ്ങളാണ് കേട്ടോ. എത്രയുണ്ടെങ്കിലും നമുക്ക് മതിയാവാത്തതാണല്ലേ ഈ അടപ്പുള്ള സ്റ്റീൽ പാത്രങ്ങൾ. അതിലാദ്യത്തത് ഈ 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അതിനകത്തുള്ള ഈ 2 എണ്ണം നമുക്ക് ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും നല്ലതാണ് കേട്ടോ. 4 വലുപ്പത്തിലാണ് വരുന്നത്. എല്ലാ അടപ്പോട് കൂടി വരുന്നതാണ്. ഇതതുപോലെ തന്നെ 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതും നമുക്ക് 2 എണ്ണത്തിൻ്റെ ആയിട്ടും അവൈലബിൾ ആണ്. നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ കറിയൊക്കെ എടുത്ത് അടച്ചു വെക്കാനും ഒക്കെ നല്ല സെറ്റാണ്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഈ പാത്രം. അടുത്തതും ഇതുപോലെ തന്നെ 3 വലുപ്പത്തിലുള്ള 3 പാത്രത്തിൻ്റെ സെറ്റാണ് കേട്ടോ. അടപ്പുള്ളതാണ്. ഇതിൻ്റെ അടപ്പ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, സ്റ്റീലല്ല. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അരികൊന്നും പൊട്ടിയിട്ടോ ഒന്നുമില്ല. നമുക്ക് യൂസ് ചെയ്യാനും നല്ല ഈസിയാണ്. അടുത്ത ഈ ഒരു ഐറ്റം എൻ്റെ വീഡിയോയിൽ കാണാത്തവർ കുറവായിരിക്കും അല്ലേ. ഇപ്പോൾ ഈ അടുത്ത ഇടയ്ക്ക് നമ്മൾ ആവിയിൽ വേവിച്ച പലഹാരങ്ങളാണ് ചെയ്യുന്നത്. അത് വേവിച്ചെടുക്കാനായിട്ട് മെയിനായിട്ട് ഞാൻ എടുക്കുന്ന പാത്രം ഇത് തന്നെയാണ്. മൾട്ടിപർപ്പസ് കടായിയാണ്. അതിനകത്ത് ഇതുപോലെ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കാൻ പാകത്തിന് ഇതുപോലെ 2 പാത്രം വരുന്നുണ്ട്. അതുപോലെ ഇഡ്ഡലിത്തട്ടുണ്ട്. പിന്നെ നമുക്ക് ഇടിയപ്പോ അല്ലെങ്കിൽ ആവി കയറ്റി എടുക്കാനോ ഒക്കെ ഈ ഒരു തട്ട് ഉപയോഗിക്കാം. ഇഡ്ഡലിക്കായിട്ട് ഈ ഒരു തട്ടും വരുന്നുണ്ട്. 7 ഇഡ്ഡലി ഒറ്റ തട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ 2 തട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സാധനം നമുക്ക് കടായി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. തലേ ദിവസം തന്നെ എല്ലാം ഇതുപോലെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തു വെച്ചാൽ കുട്ടികൾക്ക് ലഞ്ചായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ എളുപ്പമാണ്. കഴിഞ്ഞ വെറൈറ്റി റൈസിൻ്റെ വീഡിയോയിൽ കുറച്ച് പേര് ഈ പ്രോഡക്റ്റ് കണ്ടപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. 150 രൂപയുടെ താഴെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാനിത് വാങ്ങുമ്പോൾ. ഇത് മാത്രമല്ല, നമ്മൾ മുറിച്ചിട്ട് ബാക്കി വെക്കുന്ന നാരങ്ങ, സവോള, തക്കാളി, അതുപോലെ വേപ്പിലയൊക്കെ എടുക്കാൻ എളുപ്പത്തിന് നമുക്ക് ഇതുപോലെ റെഡിയാക്കി വെക്കാം. അടുത്തതും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ലിങ്ക് ചോദിച്ചൊരു പ്രോഡക്റ്റാണ്. കുക്കറായിട്ടും കടായി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. അതിൽ കുക്കറിൻ്റെ ഒരു ലിഡുണ്ട്, ഒരു ഗ്ലാസ് ലിഡുണ്ട്. കൂടാതെ ഇതുപോലൊരു ലിഡ് കൂടെ ഉണ്ട്. കുക്കറിൽ ചോറ് വയ്ക്കുന്നവർക്ക് ചോറ് വാർക്കാനും എന്തെങ്കിലുമൊക്കെ വേവിച്ചിട്ട് നമുക്ക് വെള്ളം ഊറ്റി കളയാനും ഒക്കെ നല്ലതാണ്. ഇൻഡക്ഷൻ ബേസാണ്. ഇതിപ്പോൾ 3 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. 5 ലിറ്ററിൻ്റെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3 ലിറ്ററിൻ്റെയും 5 ലിറ്ററിൻ്റെയും കോംബോ ഉണ്ട് 3 ലിഡായിട്ട് കേട്ടോ. വാങ്ങിച്ചാൽ ഒരിക്കലും നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട വരില്ലാത്ത പോലത്തെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അത്ര യൂസ്ഫുള്ളാണ്. അടുത്തതും ഒരു 3-in-1 പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിൽ വരുന്ന 3 സാധനങ്ങളാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബൗളുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഡ്രെയിനർ ബാസ്ക്കറ്റ് ഉണ്ട്. കൂടെ ഒരു ഗ്രേറ്ററും ഉണ്ട്. പല വലുപ്പത്തിലും പല രീതിയിലും നമുക്ക് ഇതിനകത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതുമാത്രമല്ല, ഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ ഒട്ടും പുറത്തേക്ക് തെറിക്കാതെ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ഗ്രേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇതിനകത്തുള്ള ഈ ഒരു സ്റ്റീൽ ബൗൾ നമുക്ക് എന്താവശ്യത്തിന് വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഡ്രെയിനർ ബാസ്ക്കറ്റും. അരി കഴുകി എടുത്തു വെക്കാനും അതുപോലെ പയറ് പരിപ്പൊക്കെ കഴുകി വരാനും ഒക്കെ നമുക്ക് നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത്. കിച്ചണിലേക്ക് എന്തായാലും നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കുമേ. അടുത്തത് ഇതുപോലെ തന്നെ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ്. പ്രസ്റ്റീജ് പ്ലാറ്റിനയുടെ ഈ ഒരു ഫ്രൈങ് പാനാണ് കേട്ടോ. ഇതൊരു 3 മാസം മുമ്പ് ഞാൻ ഇതിൻ്റെ 2ൻ്റെയും അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതും ഇൻഡക്ഷൻ ബേസാണ്. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഇത് 26 സെൻറ്റിമീറ്ററിൻ്റെ 3 ലിറ്ററിൻ്റെ ഉള്ളതിൽ ഏറ്റവും വലുതാണ് കേട്ടോ. ഇതും വേറെ 2 സൈസിലും കൂടെ അവൈലബിൾ ആണ്. 24 സെൻറ്റിമീറ്റർ ആയിട്ടും 22 സെൻറ്റിമീറ്റർ ആയിട്ടും 2 സൈസിൽ അവൈലബിൾ ആണ്. അടുത്തതും പ്രസ്റ്റീജിൻ്റെ തന്നെ ഒരു 3 നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ കോംബോ ആണ് കേട്ടോ. കടായി, തവ, ഫ്രൈങ് പാൻ, അങ്ങനെ 3 എണ്ണമായിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ 3 എണ്ണത്തിനും പറ്റുന്ന പോലെ ഒരു ഗ്ലാസ് ലിഡും ഉണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു സ്റ്റീമർ ബാസ്ക്കറ്റ് ഇനി എൻ്റെ വീഡിയോയിൽ കാണാത്തവർ കുറവായിരിക്കും അല്ലേ. ഏതൊരു പാത്രത്തിൽ വേണേലും വെച്ച് ആവി കയറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സാധനത്തിൻ്റെ അഡ്വാൻറ്റേജ്. ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ വലിയൊരു പാത്രത്തിൽ ആവി കയറ്റിയെടുക്കാം. കുറച്ചേ ഉള്ളെങ്കിൽ ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ ഇറക്കി വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇതിൻ്റെ അടിയിൽ ഇതുപോലെ സ്റ്റാൻഡ് പോലുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഇത് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പൊങ്ങി നിന്നോളും. അകത്തേക്ക് വെള്ളം കയറുമൊന്നുമില്ല. എൻ്റെ എല്ലാ സ്മൂത്തീസിൻ്റെ റെസിപ്പീസിലും അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള ഹെൽത്തി ഡ്രിങ്കിൻ്റെ എല്ലാ റെസിപ്പീസിലും ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ ഈ ജാറുകൾ. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഏത് മിക്സറാണ് യൂസ് ചെയ്യുന്നതെന്ന്. കുക്ക്വെല്ലിൻ്റെ മിക്സറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. 5 വലിയ ജാറും 2 ചെറിയ ജാറുമാണ് ഉള്ളത്. 500 ml ആണ് വലിയ ജാറ്, 250 ml ആണ് ചെറിയ ജാറുകൾ.
ഞാനിപ്പോൾ ഏതാണ്ട് 3 വർഷത്തോളമായി ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു. നല്ല യൂസ്ഫുള്ളാണ്, നല്ല കോമ്പാക്റ്റാണ്, നമുക്ക് യൂസ് ചെയ്യാനും നല്ല ഈസിയാണ്. ഇതിൻ്റെ കൂടെ 3 ബ്ലേഡാണ് കേട്ടോ വരുന്നത്. ഒന്ന് വെറ്റ് ഗ്രൈൻഡിങ് ബ്ലേഡ്, അതുപോലെ തന്നെ ഡ്രൈ ഗ്രൈൻഡിങ് ബ്ലേഡും പിന്നെ ഒരു ഫ്രോത്ത് ബ്ലേഡും ആണ് ഉള്ളത്. ഇപ്പോൾ സ്മൂത്തീസോ അല്ലെങ്കിൽ നമ്മളെ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്ന് തന്നെ കുടിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യാവുന്ന 2 സിപ്പ് ക്യാപ്പും കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. നമ്മളിതിൽ അരയ്ക്കുന്ന സാധനങ്ങൾ ഒന്ന് അരിച്ചെടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇതുപോലെ ഒരു ക്യാപ്പിൽ കൊടുത്തിട്ടുണ്ട്. സ്മൂത്തിയോ അല്ലെങ്കിൽ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഓഫീസിലൊക്കെ കൊടുത്തു വിടുകയോ കൊണ്ടുപോകുകയോ ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഈ ജാറി തന്നെ ഉണ്ടാക്കി ഇതുപോലെ തന്നെ അടച്ചെടുത്തുകൊണ്ട് പോവാം. അടുത്തത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള 2 ഓയിൽ ബോട്ടിൽസ് കാണിച്ചു തരാം. എൻ്റെ എയർ ഫ്രയർ വീഡിയോസിലൊക്കെ കാണുന്നതാണ്. അടുത്തത് ഒരു ഓയിൽ ബ്രഷ് ബോട്ടിലാണ്. ദോശ, അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. വളരെ കുറച്ച് മാത്രം ഓയിലേ നമുക്ക് യൂസ് ആവുള്ളൂ. അത് മാത്രമല്ല, ഉപയോഗം കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് ഇതുപോലെ തന്നെ അടച്ചു വെക്കാമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അടുത്തത് നമുക്കൊരു ഓയിൽ സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. മീനൊക്കെ വറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ബ്രെഡോ ഒക്കെ ടോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഓയിലിൻ്റെ ആവശ്യം വരും. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓയിൽ. ഇതിപ്പോൾ ഞാൻ 3 തവണ സ്പ്രേ ചെയ്തിട്ടും കണ്ടോ ഇത്രയും ഓയിലേ നമുക്ക് വന്നിട്ടുള്ളൂ. എന്നാൽ എല്ലായിടത്തും ഓയിൽ കവറായിട്ടുണ്ട്. ഡെയിലി നമുക്ക് ആവശ്യം വരുന്ന 2 ഐറ്റംസ് ആയിരിക്കും കേട്ടോ ഇത്. അടുത്തത് നമുക്ക് നമ്മുടെ മുട്ടയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പാകത്തിനുള്ള ഒരു എഗ് ട്രേ ആണ്. പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. 32 മുട്ട വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോക്സ് ആണ് കേട്ടോ ഇത്. 2 ലെയറിലാണ് വരുന്നത്. ഇതിൻ്റെ പല മോഡൽസ് അവൈലബിൾ ആണ്. 3 ലെയർ ആയിട്ടുള്ളതുണ്ട്. അതല്ല ഇത്രയും മുട്ട ഒരുമിച്ച് വാങ്ങാറില്ല എന്നുള്ളവർക്ക് 22 എണ്ണത്തിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. അത് നിങ്ങളുടെ യൂസിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കുക. ഫ്രിഡ്ജിലാണേലും അല്ല പുറത്താണേലും നല്ല സേഫായിട്ട് ഒതുക്കത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു ബോക്സാണ് കേട്ടോ. അടുത്തതും ഇതുപോലെ തന്നെ ഒരു 4 സെക്ഷൻ കണ്ടെയ്നർ ബോക്സ് ആണ്. ഉള്ളിൽ ഇതുപോലെ 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നട്ട്സൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടാണ്. നട്ട്സ് എല്ലാം നമുക്ക് ഒരുമിച്ച് ഒതുക്കത്തിലെടുത്ത് വെക്കാമെന്നുള്ളതാണ് കേട്ടോ ഈ ഒരു ബോക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് ആവശ്യമുള്ള ഒരു പാർട്ട് മാത്രം തുറന്നെടുത്ത ശേഷം നമുക്കത് ഒതുക്കത്തിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സ്ട്രെയിനർ സ്പാറ്റുലയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ചിക്കനോ അല്ലെങ്കിൽ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് ബാക്കി വരുന്ന പൊരിയില്ലേ, അത് ഇതുപോലെ നല്ല ഈസി ആയിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ കോരിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ മെയിൻ പർപ്പസ് ഇതല്ല. ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് എണ്ണയിൽ വറുക്കുന്ന പലഹാരങ്ങളൊന്നും മറിച്ചിടണമെങ്കിലോ അല്ലെങ്കിൽ ഒട്ടും എണ്ണയില്ലാതെ എണ്ണയിൽ നിന്ന് ഇതുപോലെ കോരിയെടുക്കണമെങ്കിലൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. അടുത്തത് ഞാനൊരു ടിഫിൻ ബോക്സ് കാണിച്ചു തരാം. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് വാങ്ങിച്ചതാണ്. ഇതുപോലെ സെപ്പറേറ്റ് ഒരു പാർട്ട് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കറി വെക്കാം. ചോറ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചാൽ മതി. ഇതുപോലെ ഒരുപാട് മോഡൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് നല്ല ക്വാളിറ്റി സ്റ്റീലാണ് കേട്ടോ. ഇതിൻ്റെ അറ്റം ഒട്ടും തന്നെ പൊട്ടിയിട്ടൊന്നുമില്ല. ഞാനൊരു 2 മാസത്തോളമായി ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ടിഫിൻ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. അടുത്തത് കാണാൻ നല്ല ഭംഗിയുള്ള ചെറിയൊരു പോപ്സിക്കിൾ ട്രേ ആണ് കേട്ടോ. 4 എണ്ണം ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കാണാനും ഉപയോഗിക്കാനും നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ലിങ്ക് എല്ലാം ഞാൻ DM ചെയ്തേക്കാം.